നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു പുതിയ AI ഏജൻറ്റ് മോഡലിനെ പറ്റിയാണ്. ചൈനയിലെ ഡീപ്സീക്ക് എന്ന് പറയുന്ന ആ ഒരു AI ടൂൾ വളരെയധികം റെവല്യൂഷൻ കൊണ്ടുവന്നായിരുന്നു. അതിനുശേഷം ചൈനയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു പുതിയ AI ഏജൻറ്റ്, ഒരു ജനറൽ AI ഏജൻറ്റാണ് മേനസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് അപ്പോൾ വീഡിയോട്ട് പോകാം. പറ്റി പറഞ്ഞു, ഇതിൽ വരുന്ന മറ്റൊരു AIയുടെ മറ്റൊരു പാർട്ടാണ് AI ഏജൻറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ ഏറ്റവും ചൈന ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു AI ടൂളാണ്, അല്ലെങ്കിൽ ഒരു AI ഏജൻറ്റാണ് മേനസ് എന്ന് പറയുന്നത്. സോ മേനസ്.IMൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മേനസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഇപ്പോൾ ഇതിൻ്റെ ആക്സസ് നമുക്കൊരു കോഡ് ത്രൂ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടത്തുള്ളൂ. സോ ഇപ്പോൾ ഇതിൽ ഒരു ബീറ്റ വേർഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കതിൻ്റെ കോഡ് കിട്ടിയാൽ മാത്രമേ നമുക്കിപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വന്നു കഴിയുമ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ മേനസ്.IM ഇത് ഒരു ജനറൽ AI ഏജൻറ്റ് ടൂളാണ്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള AI ഏജൻറ്റ് അല്ലെങ്കിൽ AI ടൂൾസിനെ എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് നമുക്ക് റിസർച്ച് ചെയ്യാനും ഒരു വലിയൊരു റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പവർഫുള്ളായിട്ടൊരു റിസൾട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനും ഈ ഒരു ടൂൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ AI ടൂൾസിനെ എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു AI ഏജൻറ്റ്, ജനറൽ AI ഏജൻറ്റായിട്ടാണ് ഈ മേനസ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇൻട്രൊഡ്യൂസിങ് മേനസ് എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഫൗണ്ടർ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടർ തന്നെയാണ് ആ ഒരു മേനസിനെ പറ്റി സംസാരിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ചൈനയിലാണ്. സോ ഡീപ്സീക്കിന് ശേഷം വന്നിരിക്കുന്ന അടുത്ത ഒരു AI റെവല്യൂഷൻ ചൈനയിൽ നിന്ന് വന്നത് മേനസ് എന്ന പേരിലാണ് വന്നിരിക്കുന്നത്. സോ ഇതിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ് കേസ് ഗാലറിയിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് യൂസ് കേസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിപ്ലേസ് എല്ലാം നമുക്ക് ഇവിടുന്ന് ഓൾറെഡി ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് യൂസ് കേസസ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നതാണ്. ഇപ്പോൾ ഇത് ബെറ്റ വേർഷനിലാണ് കിടക്കുന്നത്. നമുക്കത് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു പ്രോമറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അതിനനുസരിച്ചല്ല, അത് ഇവിടെ നമുക്ക് ആ ഒരു പ്രോമറ്റിനനുസരിച്ച് റിസൾട്ടുകൾ ഡെവലപ്പ് ചെയ്ത് തരും. സോ ഇവിടെ ഫീച്ചേർഡ് എന്ന് പറഞ്ഞ ഒരുപാട് യൂസ് കേസസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിസർച്ചിന് വേണ്ട മേനസിൽ ഒരുപാട് യൂസ് കേസസ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലൈഫ്, പിന്നെ ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷനുണ്ട്, പ്രൊഡക്ടിവിറ്റി, WTF എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് എഡിറ്റിംഗ്, ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ നിന്ന് അല്ലെങ്കിൽ യൂസ് കേസസ് തന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് വെച്ച് നമുക്കൊന്ന് എല്ലാം നമുക്ക് പ്ലേ ചെയ്യുന്ന ടൈമില്ലെങ്കിൽ പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫീച്ചേർഡ് ചെന്ന് കഴിയുമ്പോൾ ട്രിപ്പ് ടു ജപ്പാൻ എന്ന് പറഞ്ഞൊരു പ്രോമറ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. 7 ഡേ ജപ്പാൻ ലിറ്റനറി വിത്ത് പ്രൊപ്പോസൽ ഐഡിയാസ് എന്നും പറഞ്ഞൊരു പ്രോംപ്റ്റിൻ്റെ അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഐ നീഡ് 7 ഡേ ജപ്പാൻ itinerary for April 15 to 23 from settled with $2,500 of $5,000 budget for my fiance and me. We love historical sites, hidden gems and Japanese culture. അങ്ങനെ ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഇവരത് റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് തരും. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു വർക്ക് വരുന്നത്. അതായത് ഇവിടെയാണ് മേനസ് വർക്ക് ആവുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഐ ഹെൽപ്പ് യു ക്രിയേറ്റ് എ 7 ഡേ ജപ്പാൻ itinerary for your trip with your fiance from April 15 to 23, including a special location for your proposal. I will research historical sites, hidden gems. ഓക്കെ, ഇത് നമുക്ക് കംപ്ലീറ്റ് വായിച്ച് നോക്കുമ്പോൾ നമ്മളതെല്ലാം ഈ മേനസ് അതിലെല്ലാം പോയി റിസർച്ച് ചെയ്ത്, അതായത് നമുക്കിവിടെ കാണുമ്പോൾ റിസർച്ച് ജപ്പാൻ ട്രാവൽ ബേസിക്സ് ആൻഡ് എൻട്രി റിക്വയർമെൻറ്റ്സ് നോക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിയേറ്റ് കോംപ്രിഹെൻസീവ് ട്രാവൽ പ്രിപ്പറേഷൻ ചെക്ക് ലിസ്റ്റ് നോക്കുന്നു. റിസർച്ച് അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് മാച്ചിങ് ട്രാവൽ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള നോക്കുന്നു. അതിനുശേഷം അവർ
I have engaged CAPTCHA വെരിഫിക്കേഷൻ ഓൺ ട്രിപ്പ് അഡ്വൈസർ വൈൽ ക്യാപ്ചയൊക്കെ അത് ഈ മേനസ് തന്നെയാണ് ക്യാപ്ചയൊക്കെ ഹ്യൂമൻ ആണോ എന്നൊക്കെ നോക്കുന്നത്. അതിനുശേഷം എന്താണ് അവരതിൽ നിന്നും റിസൾട്ടുകൾ നമുക്ക് ബിൽഡ് ചെയ്ത് തരുന്നു. അതിനുശേഷം ഐ വിൽ കണ്ടിന്യൂ റിസർച്ചിങ് ജപ്പാൻ ട്രാവൽ ഇൻഫർമേഷൻ യൂസിങ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ്. ലെറ്റ് മീ ഗ്യാദർ കോംപ്രഹെൻസീവ് ഇൻഫർമേഷൻ അബൌട്ട് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. അതായത് ഒരുപാട് ജപ്പാൻ റിലേറ്റഡ് ഉള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ചെന്നിട്ട് അവിടെ നിന്നും ഡേറ്റകൾ ശേഖരിച്ച് അതനുസരിച്ച് നമുക്ക് റിസൾട്ടുകൾ തരുന്നു. സോ അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് നമുക്കിവിടെ തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു, ഐ ഹാവ് കംപ്ലീറ്റഡ് യുവർ ജപ്പാൻ ട്രാവൽ ഇറ്റിനറി ആൻഡ് ഹാൻഡ് ബുക്ക് ഫോർ യുവർ April 15 to 23 ട്രിപ്പ്. ഹിയർ വാട്ട്സ് ഐ ഹാവ് പ്രിപ്പയർഡ് ഫോർ യു. അതായത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പ്രോസസ്സ്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഒരു ഓൾ ഡോക്യുമെൻറ്റ്സ് ആർ മൊബൈൽ ഫ്രണ്ട്ലി ആൻഡ് ക്യാൻ ബി റെഫറൻസ്ഡ് throughout your journey. Congratulations on your upcoming proposal and wish you a wonderful trip to Japan. സോ ഇവിടെ നമുക്ക് നല്ലൊരു 7-day ഇറ്റിനറി പ്രപ്പോസൽ, ലൊക്കേഷൻസ്, അതോടൊപ്പം തന്നെ ജപ്പാൻ ട്രാവൽ ഹാൻഡ് ബുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ ജപ്പാൻ ട്രാവൽ ഹാൻഡ് ബുക്കിൽ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണിച്ചു തരും. അതായത് ട്രിപ്പിൻ്റെ ഓവർവ്യൂ April 15 to 23 ആണ്. യു ആൻഡ് യുവർ ഫിയാൻസ് 2500 5,000 ഇൻട്രസ്റ്റ് സ്പെഷ്യൽ. അതോടൊപ്പം തന്നെ ക്വിക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് എമർജൻസി നമ്പർ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എംബസിയുടെ നമ്പർ തന്നിട്ടുണ്ട്, കറൻസി, ടൈം സോണ്, വെതർ ഫോർകാസ്റ്റ്, കംപ്ലീറ്റ് 7-day ഇറ്റിനറി. Day 1 മോർണിംഗ് അറൈവ് അറ്റ് എയർപോർട്ടിൽ വരുന്നതും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് തന്നിട്ടുണ്ട്. സോ ഇത് ആണ് ഇങ്ങനെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അതായത് ഒരുപാട് വെബ്സൈറ്റുകളിൽ ചെന്ന് റിസർച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നത് ഒരുപാട് AI ടൂൾസിൻ്റെ ഹെൽപ്പോട് കൂടി മേനസ് എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ AI ഏജൻറ്റ്, ജനറൽ AI ഏജൻറ്റ് നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഡീപ്ലി അനാലിസിസ്, ടെസ്ല സ്റ്റോക്സിനെ പറ്റി അനലൈസ് ചെയ്യാനായിട്ട് ഇതെല്ലാം കേസ് സ്റ്റഡീസ് ആണ്, യൂസ് കേസസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻട്രാക്റ്റീവ് കോഴ്സിൻ്റെ മൊമെൻറ്റം തിയറി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയുണ്ട്. അതെല്ലാം നമുക്ക് തന്നിരിക്കുന്നതാണ്. സോ ഇതാണ് നമുക്ക് ഈ ഒരു ഫീച്ചറിൽ വരുന്നത്. റിസർച്ച് ചെന്ന് കഴിയുമ്പോൾ B2B സപ്ലയർ സോഴ്സിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ സർവേ 20 CRM കമ്പനീസ് ഉണ്ട്, ലിസ്റ്റ് ഓഫ് YC കമ്പനീസ്, റിസർച്ച് ഓൺ മാർക്കറ്റ് വാല്യൂ ഓഫ് AWS, NVIDIAയുടെ ഏർണിങ്സ് റിപ്പോർട്ട് അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തരും. അങ്ങനെ ഒരുപാട് റിസർച്ച് യൂസ് കേസസ് ഇവിടെ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡേറ്റ അനാലിസിസ് നോക്കുവാണെങ്കിൽ, ലൈഫിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ബൈ റിയൽ എസ്റ്റേറ്റ് ഇൻ ന്യൂയോർക്ക് എന്ന് പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോംപ്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഐ വാണ്ട് ടു ബൈ എ പ്രോപ്പർട്ടി ഇൻ ന്യൂയോർക്ക്. ഐ ഹോപ്പ് for a low crime rate. I have a child in middle school and a child. അവർ ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് തന്നിട്ട്, അപ്പോൾ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് വായിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനനുസരിച്ചായിരിക്കും ഇവരോട് തരുന്നത്. സോ ഐ വിൽ ഹെൽപ്പ് യു ഫൈൻഡ് സൂട്ടബിൾ പ്രോപ്പർട്ടീസ് ഇൻ ന്യൂയോർക്ക്. സോ ഓക്കെ, അത് കംപ്ലീറ്റ് ഒരുപാട് വെബ്സൈറ്റുകളിൽ ചെന്ന് ഒരുപാട് റിസർച്ച് ചെയ്ത് അതിനുശേഷം നമുക്ക് ലാസ്റ്റ് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. സോ അപ്പോൾ നമുക്ക് മേനസിൻ്റെ കമ്പ്യൂട്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണത് സ്ക്രോൾ ചെയ്യുന്നതും എവിടെയൊക്കെ ചെന്നാണ് അതിൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ കാണിച്ചു തരുന്നുണ്ട്. അറ്റ് എ ടൈം വളരെ ഫസ്റ്റായിട്ട് AI ഏജൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് തരുന്നുണ്ട്. സോ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ റിസർച്ച് ആൻഡ് അനലിസിസ് ഫോർ പ്രോപ്പർട്ടി റിസർച്ച് ഇൻ ന്യൂയോർക്ക്. സോ കംപ്ലീറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് പ്രോപ്പർട്ടി ഇൻഫോയിൽ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് നോക്കാം. അപ്പർ ഈസ്റ്റ് സൈഡ് പ്രോപ്പർട്ടീസ് 5th Avenue ന്യൂയോർക്ക്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ബെഡ്റൂം എല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തത് തന്നിട്ടുണ്ട്. സോ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോംപ്റ്റിനനുസരിച്ചായിരിക്കും ഇവിടെ നമുക്ക് റിസൾട്ടുകൾ തരുന്നത്. സോ വളരെ ക്ലിയർ ആയിട്ടും അതോടൊപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ടുമാണ് ഇവിടെ നമുക്ക് ആ ഒരു റിസൾട്ട് തന്നിരിക്കുന്നത്. സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത്, ക്രൈം കുറവുള്ളതും ഒരു ചൈൽഡ് ഉള്ളതുമാണ് പുള്ളി. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ അതനുസരിച്ച് ഇവിടുന്ന് തരുന്നു. സോ ഇനി നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേനും ധാരാളം യൂസ് കേസസ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്.
ഡേറ്റ അനാലിസിസ് ഉണ്ട്, അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള യൂസ് കേസസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും വെബ്സൈറ്റ് SEO ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രോംപ്റ്റ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം എന്താണ് കൊടുത്തിരിക്കുന്നത്. റൺ ത്രൂ ഔട്ട് SEO ഓഡിറ്റ് ഓൺ കാർപ്പതി വെബ്സൈറ്റ് ആ ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നു. ആൻഡ് ഡെലിവർ എ ഡീറ്റെയിൽഡ് ഒപ്റ്റിമൈസേഷൻ റിപ്പോർട്ട് വിത്ത് ആക്ഷനബിൾ റെക്കമെൻഡേഷൻസ്. ഓക്കെ, ഇതൊരു SEO റിപ്പോർട്ട്, അതായത് SEO ഓഡിറ്റ് റിപ്പോർട്ട്, വെബ്സൈറ്റ് SEO ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ഹെൽപ്പ് യു റൺ ത്രൂ SEO ഓഡിറ്റ് ഓൺ ആ ഒരു വെബ്സൈറ്റ്. അതിനുശേഷം അവരത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഡീറ്റെയിൽ ഇവിടെ തന്നിട്ടുണ്ട്. മാനസിൻ്റെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. സോ നമ്മളൊരു SEO അനലിസ്റ്റിക് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നമുക്ക് SEO ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ വളരെ വേഗം തന്നെ ഡീപ്പായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഇത് വളരെയധികം ബെനിഫിറ്റാണിത്. സോ കോംപ്രിഹെൻസീവ് SEO ഓഡിറ്റ് റിപ്പോർട്ട് ഫോർ Karpati.ai എക്സ്ക്ലൂസീവ് സമ്മറി തന്നിട്ടുണ്ട്. ചെറിയ സമ്മറി, കീ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്, സെക്കൻഡറി ഇഷ്യൂസ് ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രയോറിറ്റീസ്ഡ് റെക്കമെൻഡേഷൻസ്, അതായത് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് ഇത് പ്രയോറിറ്റി കൊടുക്കുന്നത് അത് തന്നിട്ടുണ്ട്. ഹൈലി പ്രയോറിറ്റി ഉണ്ട്, മീഡിയം പ്രയോറിറ്റി ഉണ്ട്, ലോ പ്രയോറിറ്റി ഉണ്ട്, ടെക്നിക്കൽ SEO ഇംപ്ലിമെൻറ്റേഷൻ ഗൈഡ് ഉണ്ട്, മറ്റേ ഡിസ്ക്രിപ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ, ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് SEO ഓഡിറ്റ് റിപ്പോർട്ടുകൾ വളരെ വേഗം തന്നെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സഹായിക്കും എന്നുള്ളതാണ്. ഇത് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സോ വീണ്ടും നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കാം. WTF ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് പോഡ്കാസ്റ്റ് എഡിറ്റിംഗ് ഉണ്ട്. അതെന്താണ് നമുക്ക് ജസ്റ്റ് നോക്കാം. പോഡ്കാസ്റ്റ് എഡിറ്റിംഗ് എന്താണെന്ന് നോക്കാം. നമുക്ക് എന്താണ് പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്ലീസ് കട്ട് ദ പോഡ്കാസ്റ്റ് ഓഡിയോ ഇൻറ്റു എ 2-minute highlight reel of key code. Select complete sentences with clear viewpoints or interesting content, ensuring smooth transaction. അതായത് നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇത് എഡിറ്റ് ചെയ്ത് ഒരു 2 minutes ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്സ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് നമുക്കിത് ചെയ്യാനായിട്ടാണ് ഇതോടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് കൊടുത്തിരിക്കുന്ന പോഡ്കാസ്റ്റിൻ്റെ വോയിസ്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കേട്ട് നോക്കാം. അതിനുശേഷം അവരത് ഒന്ന് പഠിച്ചിട്ട് അവർക്ക് ലാസ്റ്റ് ഒരു ഓക്കെ ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബോത്ത് ദ ഹൈലൈറ്റ് റീൽ വീഡിയോ ഓഡിയോ ഫയൽ ആൻഡ് ട്രാൻസ്ക്രിപ്റ്റ് ആർ അറ്റാച്ച്ഡ് ഫോർ യുവർ റിവ്യൂ. ഓക്കെ, സോ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ആ ഒരു ഇത് കേൾക്കാനായിട്ട് പറ്റും. പോഡ്കാസ്റ്റിൻ്റെ ആ ഒരു ഓഡിയോ 2 minutes അവരത് ചെയ്ത് തന്നിരിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. സോ ഇത് അങ്ങനെ ഓരോ ടാസ്കും, അതായത് ഈ പോഡ്കാസ്റ്റ് എഡിറ്റിങ്ങിനൊക്കെ വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എന്തായിരിക്കും ഒരു വിഷയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ എല്ലാം ഒരൊറ്റ സ്ഥലത്ത് ഒരു AI ഏജൻറ്റ്, ജനറൽ AI ഏജൻറ്റ് പോലെ കംപ്ലീറ്റ് ഇത് വർക്ക് ചെയ്യുന്നു. സോ ഓഡിയോ എഞ്ചിനീയറിംഗ്, ബിസിനസ് കാർഡ് ക്രിയേഷൻ, സ്ക്രീൻ പ്ലേ ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ എക്സ്പീരിയൻസ് അനാലിസിസ്. സോ അങ്ങനെ ഒരുപാട് താഴോട്ട് നമുക്ക് ഇനിയും പോയി കഴിഞ്ഞാൽ സി ഹൗ അതേഴ്സ് യൂസ് മേനസ്, മറ്റുള്ളവർ എങ്ങനെയാണ് മേനസ് യൂസ് ചെയ്യുന്നുള്ളത്. ബെസ്റ്റ് ബുക്സ് ഓൺ മീഡിയ ആൻഡ് പിന്നെ ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് ഇൻ. സോ ഒരുപാട് ജനറേറ്റ് SEO ഫ്രണ്ട്ലി ബ്ലോഗ് ദാറ്റ് പാസസ് ഗോൾ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ടൂൾസ് ഫോർ വീഡിയോ പ്രൊഡക്ഷൻ. ഓക്കെ, വീഡിയോ പ്രൊഡക്ഷന് വേണ്ട സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നമുക്ക് ഇവിടെ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മാനസ് സ്പേസസ് ഗാലറി, ഡിസ്കവർ ആൻഡ് എക്സ്പ്ലോർ ഇൻക്രെഡിബിൾ സ്പേസസ് ക്രിയേറ്റഡ് വിത്ത് മാനസ്. ഓക്കെ, നമുക്ക് വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് തോന്നുന്നു. നമുക്ക് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം എന്താണെന്നുള്ളത്. ജപ്പാൻ ബിയോ പ്രീസിറ്റ് സ്റ്റാർട്ട് ഗെയിം. ഓക്കെ, അത് ജപ്പാൻ NBA ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഇതാണ് കാണിക്കുന്നത്. അടുത്തതൊന്ന് ജസ്റ്റ് നോക്കാം. ഡിസ്കവർ ദ ക്വാണ്ടം വേൾഡ് സ്റ്റാർട്ട് ലേണിംഗ്. എനിക്ക് തോന്നുന്നു ഇത് വെബ്സൈറ്റാണ്. അത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ,
ഇനി അതിന് തൊട്ട് താഴേക്ക് വന്നൊരു ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഈ മേനസിൻ്റെ ആ ഒരു ബെഞ്ച് മാർക്ക് ഇവിടെ വരുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ലെവൽ 1 86.5% സ്കില്ലാണ് ഇത് കാണിക്കുന്നത്, അതായത് പ്രൊഡക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. ലെവൽ 2 70.1, ലെവൽ 3 57.7 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ ബെഞ്ച് മാർക്കിലെല്ലാം ഒരുപാട് മുൻപന്തിയിലാണ് ഈ മേനസ് നിൽക്കുന്നത്. സോ ഡീപ് സീക്കിന് ശേഷം ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു AI റെവല്യൂഷനാണ് ഈ മേനസ് എന്ന് പറയുന്നത്. സോ ഇതൊരു ജനറൽ AI ഏജൻ്റാണ്. ഒരുപാട് ഏജൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് AI ടൂൾസിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു ആക്യുറേറ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ നിന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ മേനസ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇപ്പോഴത്തെ ബെറ്റ വെർഷനാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കുകയില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും.